നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെയെല്ലാം ജീവിതവുമായി ഒരുപാട് ബന്ധമുള്ള ഒന്നാണ്. നമ്മുടെ സന്തോഷത്തെക്കുറിച്ച്. നമ്മുടെ സന്തോഷം ശരിക്കും നമ്മുടേത് തന്നെയാണോ, അതോ അത് മറ്റൊരാളുടെ പ്രവൃത്തികളെയും വാക്കുകളെയും ആശ്രയിച്ചാണോ ഇരിക്കുന്നത്? നമുക്കിതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാം. അപ്പോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഒന്ന് സത്യസന്ധമായിട്ട് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ സന്തോഷം അതൊരു അടിമയെപ്പോലെ ആയിട്ടുണ്ടോ? ഒരുപക്ഷേ ഈ ചോദ്യം കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നാം. പക്ഷേ ഇത് നമ്മൾ സ്വയം ചോദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സന്തോഷത്തിന്റെ കൺട്രോൾ മറ്റൊരാൾക്ക് കൈമാറാറുണ്ട്. നമ്മുടെ ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കാം. സന്തോഷത്തിന്റെ കെണി എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഇത് പലപ്പോഴും ബന്ധങ്ങളിൽ നമ്മൾ അറിയാതെ തന്നെ ചെന്ന് വീഴുന്ന ഒരു ട്രാപ്പാണ്. എന്താണിതെന്ന് നമുക്ക് നോക്കാം. അപ്പോ എന്താണ് ഈ കെണി? ഇതിന് നമുക്ക് വ്യവസ്ഥകളോടുകൂടിയ സന്തോഷം എന്ന് വിളിക്കാം. അതായത് നിങ്ങളുടെ സന്തോഷം മുഴുവനായും നിങ്ങളുടെ പാർട്ട്ണറുടെ ഓരോ വാക്കിനെയും ഓരോ പ്രവൃത്തിയെയും ആശ്രയിച്ചിരിക്കുന്ന ഒരവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോല് മറ്റൊരാളുടെ കയ്യിലാണെങ്കിൽ പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് ശരിക്കും ഫ്രീ ആയിട്ട് സന്തോഷിക്കാൻ പറ്റുന്നത്? അതൊരു തരം വൈകാരികമായ അടിമത്തം തന്നെയല്ലേ? ഈ ഒരു ചിന്ത കേട്ടിട്ട് പരിചയം തോന്നുന്നുണ്ടോ? അവരെന്റെ വാക്കൊന്ന് കേട്ടിരുന്നെങ്കിൽ എല്ലാം ഓക്കെ ആയേനെ, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് സങ്കടം. ഇതൊക്കെ ആ കെണിയിൽ നമ്മൾ പെട്ടുപോയി എന്നതിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളാണ്. ഇത് നോക്കൂ, വേറൊരു ക്ലാസിക് ഉദാഹരണം. അവരെനിക്ക് ഗിഫ്റ്റ്സൊക്കെ തന്നിരുന്നെങ്കിൽ ഞാൻ ഹാപ്പിയായേനെ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സന്തോഷമെന്ന് പറയുന്നത് പുറത്തുനിന്ന് ആരോ നമുക്ക് തരേണ്ട ഒരു സാധനമാണ് എന്നൊരു തെറ്റിദ്ധാരണയിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോ ഇങ്ങനെയുള്ള ചിന്തകൾ ഒരു ബന്ധത്തെ എന്താക്കി മാറ്റും? നിങ്ങളുടെ ബന്ധം ശരിക്കും ഒരു ബന്ധം തന്നെയാണോ, അതോ വെറും ഒരു കൊടുക്കൽ വാങ്ങലായി മാറിയോ? ഒരു യഥാർത്ഥ ബന്ധം എന്ന് പറഞ്ഞാൽ അത് അടുപ്പമാണ്, ഒരുമിച്ചുള്ളൊരു യാത്രയാണ്. അവിടെ കണ്ടീഷൻസ് ഒന്നുമില്ല. പക്ഷെ എപ്പോഴാണോ അത് നീ എനിക്കിത് ചെയ്താൽ ഞാൻ നിനക്ക് അത് തരാം എന്ന രീതിയിലേക്ക് മാറുന്നത്, അപ്പോൾ അതൊരു ബിസിനസ് ഡീല് പോലെയായി. സ്നേഹത്തിന് പകരം അവിടെ കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളും മാത്രമായിരിക്കും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈയൊരു ഇടപാട് മനോഭാവമില്ലേ, അത് തന്നെയാണ് നമ്മുടെ ഈ അസംതൃപ്തിക്കും ഒരുതരം വീർപ്പുമുട്ടലിനും പ്രധാന കാരണം. ബന്ധത്തെ സന്തോഷം കിട്ടാനുള്ള ഒരു മെഷീനായി കാണുന്നിടത്തോളം കാലം നമുക്ക് യഥാർത്ഥ സംതൃപ്തി കിട്ടില്ല. ഓക്കെ, അപ്പോ പ്രശ്നം നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി അതിന്റെ പരിഹാരത്തിലേക്ക് കടക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാറ്റത്തിനുള്ള ശക്തി പുറത്തല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. സന്തോഷം ഒരു ആന്തരികാവസ്ഥയാണ്. അതെ, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒന്നാണ്, അല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലും നമുക്ക് തരുന്ന ഒരു സമ്മാനമല്ല. അതായത് നിങ്ങളുടെ സന്തോഷമെന്ന് പറയുന്നത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമല്ല. അത് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. അതിന്റെ താക്കോല് അത് നിങ്ങളുടെ പാർട്ട്ണറുടെ കയ്യിലല്ല, അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ആ വാതില് തുറക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. ശരി, ഇതൊക്കെ കേൾക്കാൻ നല്ലതാണ്. പക്ഷേ ഇതെങ്ങനെ പ്രാവർത്തികമാക്കും? നമ്മുടെ ഉള്ളിലുള്ള ഈ സന്തോഷത്തെ എങ്ങനെ പുറത്തു കൊണ്ടുവരാം? അതിന് നിങ്ങളെ സഹായിക്കുന്ന 2 കിഡിലൻ ടൂൾസ് ഉണ്ട്. ഇതാണ് നിങ്ങളുടെ സന്തോഷത്തിനുള്ള കുറിപ്പടി. ഒന്നാമത്തേത് കൃതജ്ഞത അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്. രണ്ടാമത്തേത് സ്വാധ്യായം, അതായത് സെൽഫ് സ്റ്റഡി. ഇവ വെറും വാക്കുകളല്ല, നമ്മുടെ ചിന്തയെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന പവർഫുൾ പ്രാക്ടീസുകളാണ്. കൃതജ്ഞത എന്ന് പറഞ്ഞാൽ എന്താ? അതില്ല ഇതില്ല എന്നെപ്പോഴും പരാതിപ്പെടുന്നതിനു പകരം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഒരു ചെറിയ ഉദാഹരണം പറയാം. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ നന്ദിയുള്ളവരായ ഒരു 3 കാര്യങ്ങളൊന്നോർത്തു നോക്കൂ. ഈ ചെറിയൊരു ശീലം മതി നിങ്ങളുടെ ലോകം കാണുന്ന രീതി തന്നെ മാറും. ഇനി സ്വാധ്യായം. സ്വാധ്യായം എന്ന് സിമ്പിളായി പറഞ്ഞാൽ ആത്മപരിശോധനയാണ്. സ്വയം ഉള്ളിലേക്ക് നോക്കുക. അടുത്ത തവണ നിങ്ങൾക്ക് വല്ലാതെ ദേഷ്യമോ സങ്കടമോ വരുമ്പോൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നതിനു പകരം ഒരു നിമിഷം നിർത്തിയിട്ട് സ്വയം ചോദിക്കുക, എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ റിയാക്ട് ചെയ്തത്? എന്റെ ഏത് ചിന്തയാണ് ഈ ഫീലിങ്ങിന് കാരണം? ഇങ്ങനെ ചോദിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വികാരങ്ങളുടെ ഉത്തരവാദിത്തം നമ്മൾ തന്നെ ഏറ്റെടുത്തു തുടങ്ങും. അപ്പോ അവസാനമായി ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ഭാവിയും അതിലുപരി നിങ്ങളുടെ സന്തോഷവും അത് മറ്റാരുടെയുമല്ല, നിങ്ങളുടെ മാത്രം തിരഞ്ഞെടുപ്പാണ്. ഇവിടെ നോക്കൂ, സന്തോഷം ഒരു ആന്തരികാവസ്ഥയാണ്, അതൊരിടപാടല്ല എന്ന ഈ ആശയം അതേതെങ്കിലും ഒരു ഭാഷയിലോ സംസ്കാരത്തിലോ ഒതുങ്ങുന്ന ഒന്നല്ല. ഇതൊരു സാർവത്രിക സത്യമാണ്. അപ്പോ ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കാം.
ഒന്ന്, നിങ്ങളുടെ സന്തോഷത്തെ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് നിർത്തുക. അതിന്റെ കോൺട്രാക്ട് നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക. 2, ബന്ധം ഒരു പാർട്ട്ണർഷിപ്പാണ്, അല്ലാതെ ഒരു ബിസിനസ് ഡീലല്ല. 3, നിങ്ങളുടെ ഉള്ളിലെ ആ സന്തോഷത്തിന്റെ താക്കോല് കണ്ടെത്താൻ കൃതജ്ഞതയും സ്വാധ്യായവും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ഈ ആശയങ്ങളെല്ലാം മാനവീയ വിദ്യുത് കെ ചമത്കാർ എന്ന പുസ്തകത്തിലെ 58-ാം പേജിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പോകുന്നതിനു മുൻപ് ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഇന്ന്, ഈ നിമിഷം, നിങ്ങളുടെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ നിങ്ങൾ ആരുടെ കയ്യിലാണ് കൊടുക്കാൻ പോകുന്നത്? മറ്റൊരാളുടെ കയ്യിലോ അതോ നിങ്ങളുടെ സ്വന്തം കയ്യിലോ? തീരുമാനം നിങ്ങളുടേതാണ്. നന്ദി.